ചേച്ചി കൊല്ലടിയാണ് ഒരു ഉമ്മ സ്നേഹം കൊണ്ടുള്ള ഉമ്മയാണ്. ഇതേ നമ്മുടെ ജാനിക്കുട്ടിയുടെ ക്രിസ്മസ് ട്രീ ആട്ടോ. അവരിന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കി, സ്റ്റാറൊക്കെ ഇട്ടു. അപ്പം ഞാൻ വൈകിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മുത്തിന്ന് കുക്കു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കുവിൻ്റെ കൂടെ അവനിവിടെ വന്നു. എൻ്റെ കൂടെ അങ്ങ് തിരിച്ചു പോകാൻ വേണ്ടി അവിടെ ഉണ്ട് കേട്ടോ. അവനും കൂടെ അവിടെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റാർ ഇട്ട് LED സ്റ്റാറാണ് ഇത്. ഈ പ്രാവശ്യം മേടിച്ച സ്റ്റാറാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെയൊക്കെ 2 സ്റ്റാർ ഇരിപ്പുണ്ട്. അതിൻ്റെ ചില കളറുകളൊക്കെ മിസ്സായി പോയി, എന്നാലും നമ്മൾ കളഞ്ഞില്ല കേട്ടോ. ജാനിക്കുട്ടിക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കിയതിൻ്റെ സ്റ്റാർ ഇട്ടതിൻ്റെയൊക്കെ സന്തോഷം കണ്ടോ. കുഞ്ഞോനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇന്നത്തേക്കുള്ള അത്താഴത്തിനുള്ളത് കിട്ടി. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങളാ. ഇത് കൂർക്കയാട്ടോ, ചെറിയ കൂർക്കയാണ്. ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കണ്ടപ്പം മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒരു വെള്ളരിക്കായും ബീൻസും തക്കാളി ചുവന്നുള്ളി. ഇത് ചേമ്പാട്ടോ, ചേമ്പ്. നമുക്ക് വെള്ളത്തിലോട്ടിടാം, എന്നിട്ട് നമുക്ക് അടുത്ത പണിയിലോട്ട് കയറാം അല്ലേ. ചുവന്നുള്ളി ചെറുതാ കിട്ടിയത് കേട്ടോ. എനിക്ക് ഭയങ്കര പാടാണ് ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഇല്ലാഞ്ഞോണ്ട് പിന്നെ അതങ്ങ് വാങ്ങിച്ചു. വേറെ ഒത്തിരി കടകളിൽ കയറാൻ എനിക്ക് വയ്യ. ഇത് ചീമച്ചേമ്പും ഇഞ്ചി കേട്ടോ. ഇഞ്ചി തീർന്നായിരുന്നു, കുറച്ചേ മേടിച്ചുള്ളൂ. വാങ്ങിച്ചോണ്ട് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അഴുകി പോവാട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചോളൂ. ഇത് ചീമച്ചേമ്പ്. ഇടയ്ക്ക് കൊതി തോന്നുമ്പോഴേ നമുക്കെടുത്ത് പുഴുങ്ങി മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം. ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഇന്ന് ചോറൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് കറികളൊന്നും വെക്കേണ്ട, മീൻകറിയുണ്ട്. പിന്നെ എന്താ മാമി സാമ്പാറും തോരനും തന്നു. അപ്പം ഇന്ന് അത് മതിയല്ലോ. അപ്പം എനിക്ക് രാവിലെ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത് അരയ്ക്കണം. അപ്പം ഈ പണികളെല്ലാം തീർത്തിട്ട് അടുത്ത പണിയിലോട്ട് കയറാം. ഇന്ന് പാചകം ഒന്നുമില്ല കേട്ടോ. കൊണ്ടുവയ്ക്കട്ടെ. ഇത് നമുക്ക് കുറേ സമയം വെള്ളത്തിൽ കിടക്കട്ടെ. തക്കാളിയും ബീൻസും വീട് തൂക്കാൻ തീരുമാനിച്ചു. ചൂല് പെട്ടെന്ന് അങ്ങിടായി പോകും കേട്ടോ. പൊട്ടിയിരിക്കുക, അതെടുത്താൽ മതി. അവിടെ എല്ലാം പൊടി വീഴും, അങ്ങ് വെളിയിലോട്ട് കൊണ്ടുപോയി എടുക്കാം. പിന്നെ നമ്മുടെ ട്രോപ്പിക്കാനയുടെ ജ്യൂസ് മേടിച്ചു കേട്ടോ. ഇതിൻ്റെ ഗുവ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നപ്പം ഞാൻ ബേക്കറിയിൽ ചായ കുടിക്കാൻ പോയപ്പോഴേ ഇത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം ഒരാഗ്രഹം, അതുകൊണ്ട് വാങ്ങിച്ചു കേട്ടോ. ഡെയിലി ഒന്നും യൂസ് തല തൂക്കാനല്ലടാ, അങ്ങോട്ട് തൂക്കാനാ. അപ്പൊ മോനിക്കുട്ടൻ അത് കുടിക്കാൻ പോവാ കേട്ടോ. എല്ലാരും ഓർക്കും ഇത് ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും. മോനിക്കുട്ടന്റെ മുടി ഓറഞ്ച് ആണോ? എടുക്കും. പക്ഷെ ഇത് പേരക്കയാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ആരോ കമന്റ് ഇട്ടു, പാചകം ചെയ്യുന്നത് എന്താ കാണിക്കാത്ത, എന്റെ മോന്തായം മാത്രം എന്തിനാ കാണിക്കുന്നതെന്ന് കേട്ടോ. സത്യത്തിൽ നമുക്ക് ഇവിടെ ചെറിയ അടുക്കള ആയതുകൊണ്ട് സൗകര്യക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാചകത്തെ വെച്ചാ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഫേസ് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ട്രൈപോഡ് എടുക്കുന്ന പ്രയാസം ഓർത്തിട്ട് അത് എടുത്താൽ തന്നെയും നമുക്ക് സ്പേസ് കുറവായതുകൊണ്ടാണ് എൻ്റെ മോന്തായം മാത്രം കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇനിയും കഴിയുന്ന അത്രയും ശ്രമിക്കാം കേട്ടോ പാചകമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നധികം ജോലികളൊന്നുമില്ല. ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാ പോയേക്കുന്നത്. അതൊന്ന് അരച്ച് വെക്കണം. ഓറഞ്ചാണ്.
അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. ഗുവായുടെ പാക്കറ്റിനകത്ത് ഓറഞ്ച് നിറച്ച് വെച്ചേക്കുവാണെന്നാണ് മോനുകുട്ടൻ പറയുന്നത്. പിങ്ക് അല്ലാതെ കാണിക്കുന്നത്, വേറെ ഓറഞ്ച്. അത് തന്നെയാ അതിന്റെ ടേസ്റ്റ് അറിയത്തില്ലേ? ഓറഞ്ച് അങ്ങനെയാണ്. ഇച്ചിരി ഓറഞ്ച് കിട്ടും. ഇച്ചിരി ഓറഞ്ചും ഇച്ചിരി പേരക്കായും. നിങ്ങൾക്ക് വേണം? അപ്പൊ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട്. നാക്കം പേരക്കോട്ടെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാ പോയത്. അപ്പൊ അത് അരച്ചു വെക്കാൻ പോവാട്ടോ. ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശയുടെ മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഞാൻ വെക്കുന്ന സാമ്പാറിന്റെ കാര്യം ചോദിച്ചായിരുന്നു. നമ്മളെല്ലാ കഷ്ണങ്ങളും ഇട്ട് നാടൻ സാമ്പാർ വെക്കത്തില്ല, അത് ഇവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതിനകത്ത് ഉള്ളിയും തക്കാളിയും ക്യാരറ്റും നമ്മുടെ ബീൻസും പിന്നെ ചിലപ്പം വെള്ളരിക്ക ഉണ്ടെങ്കിൽ അതും അത്രയൊക്കെയാണ് സാമ്പാറിനകത്ത് കഷ്ണങ്ങളായിട്ട് ഇടുന്നത്. ഇതൊന്നുമില്ലാതെ ഞാൻ സാമ്പാർ വെക്കും. ഉള്ളി സാമ്പാർ. ഉള്ളിയും തക്കാളിയും സാമ്പാർ പരിപ്പും മാത്രം ഇട്ടൊരു സാമ്പാറൊക്കെ ഞങ്ങൾ വെക്കും കേട്ടോ. അപ്പൊ നാളത്തെ സാമ്പാറിന് എന്താണ് നാരറ്റും തക്കാളിയും ബീൻസും വെള്ളരിക്കയും സാമ്പാർ പരിപ്പും ഒക്കെ ഇട്ടുള്ള ഒരു സാമ്പാറാട്ടോ. അപ്പൊ നാളെ നമുക്കിവിടെ ദോശയും സാമ്പാറും കേട്ടോ. അപ്പം ദോശമാവ് അരച്ചതിൻ്റെ എങ്ങനെയാണ് ഞാൻ അരച്ച് വെക്കുന്നതെന്നും ഞാൻ സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമേ. ലോങ് വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല. എന്ന് വെച്ചാൽ ഇത് കൊണ്ട് നടക്കണം. നമുക്ക് ഇപ്പം തന്നെ സമയം 7:30 കേട്ടോ. എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇട്ട് തരാൻ വേണ്ടി. ചുമ്മാ ഇട്ടാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയത്തില്ലേ, എന്തുവായി കാണിക്കുന്നത്, എന്തുവായി പറയുന്നതിനൊക്കെ. അപ്പം അതിന് ഞാൻ അപ്പം അരി അരയ്ക്കാം കേട്ടോ. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണമായിരുന്നു കേട്ടോ. അതങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് അരി അരയ്ക്കാമേ. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ താമസിച്ചിരുന്നു വന്നപ്പോ. എന്ന് വെച്ചാല് ജാനിക്കുട്ടിയുടെ അടുത്ത് കയറി അവര് ട്രീ ഒക്കെ ഒരുക്കിയതൊക്കെ കണ്ടോണ്ട് അവിടെ കുറച്ചു നേരം നിന്ന് കേട്ടോ. ആദ്യം ഉഴുന്നരയ്ക്കും, പിന്നെ അരി അരയ്ക്കും, രണ്ടും കൂടെ പിന്നെ മിക്സ് ചെയ്തു വെക്കും. അങ്ങനെ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരാള് ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാര്യങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ എപ്പോഴായാലും നമ്മൾ അംഗീകരിക്കും കേട്ടോ. അതിനൊന്നും ഒരു പരാതിയില്ല, ഒരു വിഷമവും ഇല്ല, അതിനൊന്നും നെഗറ്റീവായിട്ട് എടുക്കത്തുമില്ല കേട്ടോ. നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളൊക്കെ കുറേയൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. അതല്ല നമ്മളോട് ചുഴിഞ്ഞ് ചോദിച്ചിട്ട് നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഹോം ടൂറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന് ഉള്ള സാഹചര്യം അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ വിഷയങ്ങൾ നമ്മൾ പറയേണ്ടടുത്ത് തന്നെ പറയുന്നത്. ഇവിടെ ഞാൻ അത് പബ്ലിക് ആക്കിയിട്ടില്ല കേട്ടോ. അതിന്റെ ആവശ്യമില്ല. മനസ്സിലാക്കേണ്ടവർ നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കും. ചിലർ മാത്രമേ ഉള്ളൂ നമ്മളെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ അരിയൊക്കെ അരച്ചു കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ അലക്കിയ തുണിയെല്ലാം കട്ടിൽ കൊണ്ട് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അവരെ കൂടെ വിളിക്കാം. അരച്ചു കഴിഞ്ഞു. പച്ചക്കറി ഞാൻ കഴുകി കേട്ടോ. എടുത്ത് വെച്ചിട്ട് നമുക്ക് അരപ്പാണി വല്ലതും നോക്കാം. തക്കാളി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ പിന്നെയും മേടിച്ചു. ഒരു ജോലി കഴിഞ്ഞ് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി വെക്കുള്ളൂ കേട്ടോ. നമ്മൾ തവി കൊണ്ട് ഇളക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുന്ന കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം ആകുമ്പോഴേ ഞാനിത് മിക്സ് ചെയ്ത് വെക്കുള്ളൂ. ഇനി നമുക്ക് ഉള്ള പണി പാത്രം കഴുകിയിട്ട് വരാം കേട്ടോ. മലപ്പുറത്തുള്ള ഒരു ബിന്ദു ചേച്ചിയുണ്ട് നമ്മുടെ ഫാമിലിയിൽ കേട്ടോ. ചേച്ചി ചോദിച്ചായിരുന്നു ഏത്തക്ക കഴിഞ്ഞോന്ന് കേട്ടോ.
തീർന്നില്ല കേട്ടോ, ഇനി ഇരിപ്പുണ്ട് കുറച്ചുകൂടെ. കുറച്ച് ഞാൻ ജാനിക്കുട്ടിക്ക് കൊടുത്തേ. പിന്നെ ഇന്നലെ നമ്മുടെ ഫേവറേറ്റ് ഏത്തക്കാക്കളി ഉണ്ടാക്കി. പിന്നെ ഏത്തക്ക പുഴുങ്ങി. ഏത്തക്കാപ്പം ഉണ്ടാക്കിയില്ല കേട്ടോ, സമയം കിട്ടിയില്ല സത്യത്തിൽ. പിന്നെ വേറെന്തോ വിശേഷം? നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളെന്താ കമന്റ് ഇടാത്തെ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഓരോ ദിവസവും? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് എന്നൊക്കെ എനിക്കും അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ. പക്ഷെ എല്ലാവരെയും നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. പിന്നെ വേറെന്തുവാ? പാത്രം കഴുകുപോലെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി വേറെ ഇല്ല. അതാണ് വീട്ടിലെ ഏറ്റവും എടുക്കുന്ന ജോലി. അല്ലാതെ വീട്ടില് കരോളൊക്കെ വരാൻ തുടങ്ങിയോ? ഇവിടെയൊക്കെ കൊട്ടും മേളവും ഒക്കെ കേൾക്കുന്നുണ്ട് രാത്രിയിൽ കേട്ടോ. നമ്മുടെ പള്ളിയില് കോവിഡിന്റെ സമയത്തൊക്കെ കരോള് ഇല്ലായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ വർഷവും കരോളില്ലായിരുന്നു കേട്ടോ. നമ്മുടെ പള്ളിയിലെ കരോളിനെ പറ്റി എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞില്ല. എല്ലാവരുടെയും വീട്ടില് കരോളൊക്കെ വരാൻ തുടങ്ങിയെന്ന് പറയണം കേട്ടോ. ഇപ്രാവശ്യം തിങ്കളാഴ്ച ദിവസമല്ലേ ക്രിസ്മസ്, അടുപ്പിച്ച് 2 ദിവസം അവധിയുണ്ട്. അത് ഭയങ്കര ഒരു കാര്യമായി പോയി കേട്ടോ. എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചാലേ ക്രിസ്മസിന്റെ അന്ന് നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടുമല്ലോ. ഇന്നലെ നമ്മൾ വൈകിട്ട് മീൻകറി വെച്ചില്ലേ, അത് ഞാനൊന്ന് ചൂടാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇന്നലെ വെക്കുന്ന മീൻകറി ഇന്ന് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോഴത്തേക്ക് ഉപ്പും പുളിയെല്ലാം പിടിക്കും അല്ലേ. പിന്നെ അടുക്കളയിലെ പണി കഴിഞ്ഞ് കേട്ടോ. ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് തുണിയൊക്കെ മടക്കി വെക്കാൻ പോകുന്നത്. പറഞ്ഞ സമയത്തും ദേവതപുരാനോട് വേണ്ടിയിരുന്നാണ് എനിക്കൊന്ന് മുട്ടൻ്റെ വില ചായ കുടിക്കുന്നിൽ അവനെ കടത്തുന്നു. തൊട്ടനെയുള്ള അവനെ നടത്തുന്നു. എൻ്റെ പാലിൻ്റെ പാത്രം ദൈവമേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരയ്ക്കുമോ. തുണി കഴുകാൻ നേരത്തും ഈ കഴുകി ഉണങ്ങിയ തുണി മടക്കി വെക്കാൻ നേരത്തും ഞാൻ വിചാരിക്കും കേട്ടോ, 1-2 ജോഡി ഡ്രസ്സ് മതിയായിരുന്നു. നമ്മൾ ഈ ഡെയിലി പോവുകയും വരികയും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സ് മാറുമ്പോഴേ 1-2 ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കഴുകിയിട്ട് അടുത്ത ദിവസം ഉണങ്ങുന്നത് ഇട്ടുകൊണ്ട് പോകും, പിറ്റേന്ന് വീണ്ടും കഴുകിയിടും, അങ്ങനെ ഇട്ടുകൊണ്ട് പോയിക്കോളുമല്ലോ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ 1-2 ജോഡിയിൽ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാരി വലിച്ചിട്ടുകൊണ്ട് പോയിട്ട് കുന്നുകൂട്ടിയിടുന്നല്ലേ. എന്നാലും നമ്മൾ എന്തെങ്കിലും പുതിയ ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ കൊതി വരികയും ചെയ്യും, മേടിക്കുകയും ചെയ്യും. പിന്നെ മോനുകുട്ടനെ ഡ്രസ്സ് മടക്കി വെക്കാൻ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറയാം ബിസിയാന്ന്. അവൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അവന് ഈ യൂണിഫോം ആയതുകൊണ്ട് അങ്ങനെ അധികം ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, വെളിയിലൊന്നും പോകുന്ന ഡ്രസ്സുകൾ അധികം ഇല്ലായിരുന്നു കേട്ടോ. എൻ്റേതാണ് കൂടുതൽ. ഞാനാണല്ലോ ദിവസവും രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നതും ഡ്രസ്സ് മാറുന്നതും ഒക്കെ. പിന്നെ മുത്ത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ്റെ അധികം ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വലിയൊരു ജോലി കഴിഞ്ഞ് കേട്ടോ. അയ്യോ ക്ഷീണിച്ച് മക്കളെ, ക്ഷീണിച്ച്. ഇനിയും വല്ലതും കഴിച്ചേച്ച് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങാം. മോനുകുട്ടൻ ചോറുണ്ണാൻ വന്നു. കാരണവർക്ക് മീൻകറി വേണ്ട അതൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മുട്ട പുഴുങ്ങി കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയിപ്പോൾ രാത്രി മുട്ട പുഴുങ്ങാൻ വയ്യാന്ന് പറഞ്ഞതിനുള്ള ഒരു മോന്ത വീർപ്പിക്കലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആരെന്തോ പറഞ്ഞാലും ഇന്നിനി എനിക്ക് വയ്യ, എൻ്റെ എനർജി എല്ലാം തീർന്ന്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കടന്നു പോവാണ്.
എല്ലാ നന്മകൾക്കും എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവമേ നന്ദി.